പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരെയും ഷാലേം ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കുന്നു. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളതറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ദൈവമൊന്ന് പുതിയത് ചെയ്യും. ദൈവമക്കളെ, കർത്താവ് നമ്മൾക്ക് വേണ്ടി പുതിയത് ചെയ്തു തരാൻ ആഗ്രഹിക്കും. നമ്മളൊരു പുതുവർഷത്തിലേക്ക് കയറുകയാണ്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്ന് ദൈവം നമുക്ക് തരും. നിന്റെ ആരോഗ്യം, നിന്റെ ആത്മീകം, നിന്റെ ബിസിനസ്, കുഞ്ഞുങ്ങളുടെ ഭാവി, എന്തുമായിക്കൊള്ളട്ടെ, കഴിഞ്ഞ നാളുകളിൽ ഓർത്ത് ഭാരപ്പെട്ടതിന് അപ്പുറമായി നിന്നെ ഉയർത്താൻ ദൈവത്തിന് കഴിയും. കഴിഞ്ഞ നാളുകളെ ഓർത്ത് നീ വ്യാകുലപ്പെട്ട് ഡെസ്പറേറ്റായി തകർന്ന അവസ്ഥയിൽ ഇരിക്കണ്ട. അതെല്ലാം മറക്കുക. നിന്റെ മരുഭൂമിയെ ദൈവം മലർവാടിയാക്കും. മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ദൈവം ഉണ്ടാക്കി തരും. വരണ്ട അവസ്ഥകളെ ദൈവം മാറ്റും. നിന്റെ ഡ്രൈനെസ് എല്ലാം മാറി സന്തോഷത്തിന്റെ നാളുകൾ കർത്താവിന് തരാൻ കഴിയും. ഈ വചനത്തിൽ വിശ്വസിക്കുക. കഴിഞ്ഞ നാളുകളെ ഓർത്ത് ദുഃഖിക്കാതെ, നാളുകളിൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളെ മുമ്പിൽ കണ്ട്, വിശ്വാസ കണ്ണാൽ കണ്ട് അതിനെ സ്തോത്രം ചെയ്യുക. ദൈവം സ്ഥിതി മാറ്റുന്ന കർത്താവാണ്. നമ്മൾ യെശയ്യാവ് 41-14-15 നമ്മളിങ്ങനെ വായിക്കുന്നു. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടി ആക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. നീ മുമ്പുള്ളവയെ ഓർക്കണ്ട, നിനക്കൊന്ന് പുതിയത് തരാൻ. നീ കഴിഞ്ഞ നാളുകളിലേക്കാൾ നിന്നെ മൂർച്ച വർദ്ധിപ്പിച്ച്, നിന്നെ അനുഗ്രഹിക്കപ്പെട്ട് തുരുമ്പ് പിടിച്ചു കിടക്കുന്ന അവസ്ഥകളെയൊക്കെ ദൈവവചനം കൊണ്ട് രാഗി പുതുക്കി തിളക്കി മൂർച്ചയുള്ളതാക്കി. സ്തോത്രം. നീ കഴിഞ്ഞ നാളുകളിൽ സ്തോത്രം വെട്ടിയിട്ട് മുറിയാതിരുന്നത് ഒറ്റ വാക്കുകൊണ്ട് സ്തോത്രം ശത്രുവിന്റെ കോട്ടയെ തകർക്കുന്ന മൂർച്ചയുള്ള ഒരു ആത്മീയ ആയുധമാക്കി ദൈവത്തിന് എന്നെയും നിങ്ങളെയും മാറ്റാൻ പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാ. 2 കൊരിന്ത്യർ 5:17 നമ്മളിങ്ങനെ വായിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. അതേ ദൈവമക്കളെ, ദൈവത്തിന് നിന്നെ പുതിയതാക്കാൻ പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്നെ മൂർച്ചയുള്ളതാക്കാൻ പദ്ധതിയുണ്ട്. പുഴുവായ യാക്കോബിനെ ഒരു ബുൾഡോസറാക്കി മാറ്റിയതുപോലെ ഒന്നിനും കൊള്ളത്തില്ലെന്നും ഒരിടത്തും ഒന്നിനും ഒരു പ്രയോജനമില്ലെന്നും പറഞ്ഞ് നിന്നെ സമൂഹത്തിൽ നിന്നും വീട്ടിൽ നിന്നും സഭകളിൽ നിന്നും തള്ളിക്കളഞ്ഞ വ്യക്തിയാണെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു, ഭാരപ്പെടേണ്ട, നിന്നെ ഒരു പുതിയ ഒരു ആയുധമാക്കി, മൂർച്ചയുള്ളതാക്കി, പല്ലേറിയതാക്കിയ ഒരു ബുൾഡോസറാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ആകയാൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ശമരിക്കാരിയായ സ്ത്രീ എങ്ങനെയുള്ളവളായിരുന്നു?
5 ഭർത്താക്കന്മാർ അവൾക്കുണ്ടായിരുന്നു. എന്നാൽ ഭർത്താവല്ലാത്ത ഒരുവനോട് കൂടെ അവൾ പൊറുക്കുമ്പോഴാണ് യേശു കർത്താവ് അവളെ സ്തോത്രം ഹല്ലേലൂയ കാണുന്നത്. അവളുമായി സംഭാഷിച്ചു. ആമേൻ, സ്തോത്രം ഹല്ലേലൂയ. അവൾ സ്തോത്രം മോശപ്പെട്ട ജീവിതം നയിച്ചവളായിരിക്കാം. എന്നാൽ യേശു തമ്പുരാന്റെ വാക്കുകൾ അവളെ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം മാറ്റി മറിച്ചു. ആമേൻ സ്തോത്രം. അവൾ കോരാൻ കൊണ്ടുപോകുന്ന ആ കുടം ആ കിണറ്റിങ്കര വെച്ച് ആമേൻ ശമരിയ പട്ടണത്തിലേക്ക് അവൾ ഓടിപ്പോയി. അവിടെ ചെന്നു ആമേൻ അവൾ യേശു ക്രിസ്തു തന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ആ പട്ടണക്കാരോട് പറഞ്ഞപ്പോൾ ആ പട്ടണം മുഴുവൻ അവിടെ അടുക്കൽ അവളോട് ചേർന്ന് യേശുവിന്റെ അടുക്കൽ വന്നു. അതെ, നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ എന്റെ കർത്താവിന് ഒരൊറ്റ വാക്കുമതി. ദൈവമക്കളെ, ആരൊക്കെ നിന്നെ നിസാരവൽക്കരിച്ച്, ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞ്, നീ ഏതുമില്ലെന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളഞ്ഞു, ഈ സ്തോത്രം ഹല്ലേലൂയ പുതുവർഷത്തിൽ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു, നീ അനേകായിരങ്ങൾക്ക് ഒരു ആശ്വാസമാകാൻ പോകുക, നീ അനേകായിരങ്ങൾക്ക് ഒരു വഴികാട്ടിയാകാൻ പോകുക, നീ അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്താൻ പോകുക. ആമേൻ. നിർജ്ജനമായി കിടക്കുന്ന പലതിനെയും നീ പണിഞ്ഞ് അനുഗ്രഹമുള്ളതാക്കാൻ പോകുകയാണ്. ആമേൻ. ശമരിയാക്കാരിയായ ആ സ്ത്രീയുടെ ജീവിതത്തിൽ വന്ന മാറ്റം എത്രയോ വലുതാണ്. അവൾ വെള്ളം കോരാൻ പോയതുപോലെയല്ല ആ പട്ടണത്തിലേക്ക് അവൾ മടങ്ങി വന്നത്. നിശ്ചയമായും അവിടെ നടത്തത്തിന് മാറ്റം വന്നു കാണും, അവിടെ സംസാര രീതികൾക്ക് മാറ്റം വന്നു, അവിടെ നോട്ടത്തിന് മാറ്റം വന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആ പട്ടണക്കാർ അവളെ നന്നായി അറിയാവുന്നവളാ. അവൾ പറഞ്ഞത് അവർ വിശ്വസിക്കണമെങ്കിൽ അവളിൽ ഉണ്ടായ അടിമുടി മാറ്റമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ, നിനക്കൊരു രൂപാന്തരം തരുവാൻ, ആമേൻ, നിന്നെ അടിമുടി മാറ്റി, ആമേൻ, അനേകായിരങ്ങൾക്ക് നീ ഒരു പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആമേൻ ഈ വചനത്തിൽ കൂടെ നിന്നോട് ഇടപെടുകയാണ്. ഈ വചനം നിന്നെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ആമേൻ, സ്തോത്രം ഹല്ലേലൂയ. അധികാര മഹോപുരോഹിതന്മാരിൽ നിന്ന് അധികാരപത്രം വാങ്ങി യേശു ക്രിസ്തുവിന്റെ ആമേൻ സ്തോത്രം ദാസന്മാരെ കൊന്ന് ആമേൻ കൊല ചെയ്യുവാൻ കടന്നു വന്ന ആമേൻ ശൗല് ഒറ്റ നിമിഷം കൊണ്ട് രൂപാന്തരപ്പെട്ടു. ആമേൻ ആമേൻ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് യേശു കർത്താവുമായി ഒരു എൻകൗണ്ടർ നടന്നു. അവനെ മാറ്റി. അവൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം രാജാക്കന്മാർക്കും ഇസ്രായേൽ ജനത്തിനും ആമേൻ സ്തോത്രം സകലർക്കും യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു മാനപാത്രമാക്കി ദൈവം ശൗലിനെ മാറ്റിയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ ഭവനത്തിനകത്ത് ആമേൻ മുടിയനായ പുത്രൻ എന്ന് പേര് പറഞ്ഞ് ആർക്കും വേണ്ടാത്തവനായി ആമേൻ കൊലയും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ കഞ്ചാവും മയക്കുമരുന്നും ആമേൻ സ്തോത്രം ആമേൻ പോലീസ് കേസുമായി നടക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടോ? മാതാപിതാക്കളെ, നീ അതോർത്ത് ഭാരപ്പെടുന്നു. നീ വചനം പറയുന്നു, നിന്റെ മകനെ നിന്റെ മകളെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ വചനത്തിന് കഴിയും. ഈ വചനം ഇന്ന് പകലിൽ അവരെ ടച്ച് ചെയ്യുകയാണ്. ഈ വചനത്തിന്റെ ശക്തി അങ്ങനെയുള്ള വ്യക്തികളെ സന്ദർശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു കർത്താവ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവനിലേക്ക് വന്നപ്പോൾ പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആമേൻ, ഞാൻ പിൻപിലുള്ളതെല്ലാം മറന്നു, മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ആമേൻ സ്തോത്രം സകലതിനെയും ഞാൻ ഛേദമെന്നെണ്ണിക്കൊണ്ട് ക്രിസ്തുയേശുവിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുക. ഒരു പുതിയ സൃഷ്ടിയായി, ഒരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ വ്യക്തിത്വത്തിന് ഉടമയാക്കി ഇന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദൈവം മാറ്റാൻ പോകുക. നിന്റെ ഭവനത്തിനകത്ത് ആ വ്യക്തി നശിച്ചവനെന്ന് പറഞ്ഞ് നശിച്ചവളെന്ന് പറഞ്ഞ് മുദ്രകുത്തിയ ആരെങ്കിലും ഉണ്ടോ? ആമേൻ. നീ അവരെ അങ്ങനെ പറയണ്ട, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്ക്. ഈ വചനം കേൾക്കുമ്പോ ആ വ്യക്തിയെ നീ അനുഗ്രഹിക്ക്. അവരിൽ ഒരു രൂപാന്തരം വരാൻ പോകുക. നിന്റെ എല്ലാ മക്കളെക്കാൾ ആമേൻ സ്തോത്രം ആ ഭവനത്തിലുള്ള ആ ദേശത്തിലുള്ള എല്ലാവരെക്കാളും അവർ നല്ലവരാകാൻ പോകുക. അവരിൽ കൂടെ ഒരു ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ്. യെരമ്യാവിനെ ദൈവം വിളിച്ചപ്പോൾ യെരമ്യാവ് പറഞ്ഞു, ഞാനൊരു ബാലനാ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. കർത്താവ് പറഞ്ഞു, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, നീ ആരാണെന്ന് എനിക്കറിയാം. നീ ആരാണെന്ന് നോക്കാതെ നിന്നെ ആരാക്കാൻ കഴിയുമെന്ന് അറിയാവുന്നവനാ നിന്നെ വിളിച്ചത്. നിന്റെ ഡിഗ്രി ഒന്നും കർത്താവിന് ആമേൻ പ്രശ്നമല്ല.
നിന്റെ വാക്കുചാതുര്യമോ, നിന്റെ നാവിന്റെ സ്വോത്രം ഹല്ലേലൂയ, എന്തൊക്കെ വിഷയമുണ്ടെങ്കിലും നീ ഭാരപ്പെടണ്ട. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ ഈ നിമിഷം മുതൽ നിന്നെ ആ വിളിച്ച ദൗത്യത്തിലേക്ക് അധികാരമുള്ളവനായി നിർത്താൻ പോകുക. മോശയെ ദൈവം വിളിച്ചപ്പോൾ ഒരു ഇടയനാണ്, വാക്കു ചാതുര്യമില്ലാത്തവനാണ്. എന്നാൽ ദൈവം അവനെ അധികാരിയാക്കി, ഒരു വീണ്ടെടുപ്പുകാരനാക്കി. ദൈവം ഹല്ലേലൂയ അവനെ പല്ലേറിയതും മൂർച്ചയുള്ളതുമായ ഒരു മെതിവണ്ടിയാക്കി തീർത്ത് മിസ്രയീമിൽ കടന്നു ചെന്ന് ഫറവോന്റെ സൈന്യത്തിൽ നിന്ന് ഒരു ജനതയെ വിടുവിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം മോശയെ ദൈവം അഭിഷക്തരാക്കിയെങ്കിൽ, ഇന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ദേശത്ത് നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ ആ അത്ഭുതം നീ കാണാൻ പോകുക. ആകയാൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നീ നിരൂപിക്കുകയും വേണ്ട. നിനക്ക് വേണ്ടി ഇന്ന് ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ കർത്താവേ, ജനത്തിനായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹം ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ കർത്താവേ ഒരു അത്ഭുതങ്ങൾ കാണട്ടെ. പുതിയ വർഷത്തിൽ പുതിയ അനുഗ്രഹങ്ങൾ ദൈവം കൊടുത്തു മാനിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഗോഡ് ബ്ലെസ് യു ഓൾ.